ഇന്ന് 4 പേർക്ക് സൂര്യാതപമേറ്റു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ 3 പേരും കുളത്തൂപ്പുഴ CHCയിൽ ഒരാളുമാണ് ചികിത്സ തേടിയത്. ഇതിനിടെ ആശ്വാസമായി കൊല്ലം നഗരത്തിൽ വേനൽ മഴ ലഭിച്ചു. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഈ സൂര്യാതപം ഏൽക്കുന്നത് തുടരുകയാണ്. ഏറ്റവും ഒടുവിലൊരു ആശ്വാസമായി കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്ത വേനൽ മഴയാണ്. എത്രത്തോളം ആശ്വാസം ലഭിച്ചു കൊല്ലത്തുകാർക്ക്, ജയശങ്കർ? അതായത് റോഷ്നി, ഒരു 10 മിനിറ്റോളം ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണ് കൊല്ലം ജില്ലയിൽ അല്പസമയം മുമ്പ് പെയ്തത്. എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ മഴയൊക്കെ പോയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ പലയിടങ്ങളിലും ഉണ്ടെന്ന് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കനത്ത ചൂടിനിടയിൽ ചെറിയൊരു മഴ പെയ്യുമ്പോൾ ചെറിയൊരു തണുപ്പ് കിട്ടും. അത് അല്പം ആശ്വാസം ലഭിക്കുന്നത് വലിയ കാര്യമാണ്. ചെറിയ തണുത്ത കാറ്റൊക്കെ നമ്മൾ റൂമിനുള്ളിൽ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയെങ്കിലും കൊല്ലം നഗരത്തിലുള്ളവർ കുറച്ച് സുഖമായി അവർക്ക് ഫാനിട്ടൊക്കെ ഉറങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതുവരെ കറണ്ടൊന്നും പോയിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ നമ്മൾ തന്നെ ലൈവ് കൊടുത്തതാണ് കറണ്ടില്ലാതെ ആളുകൾ പുറത്തിറങ്ങി നിൽക്കുന്നതൊക്കെ. എന്തായാലും ഇന്ന് കറണ്ടും പോയിട്ടില്ല. അത്യാവശ്യം ചാറ്റൽ മഴയും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൊല്ലത്ത് ഇന്ന് 4 പേർക്കാണ് സൂര്യാതാപം ഏറ്റത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ 3 പേരും ഒപ്പം തന്നെ കുളത്തൂർപ്പുഴ CHCയിൽ ഒരാളും ഇന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും കനത്ത ചൂടാണ് കൊല്ലം ജില്ലയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇന്നും നാളെയൊക്കെ 39 ഡിഗ്രി സെൽഷ്യസ് താപനില കൊല്ലത്തുണ്ടാവും. ഈ 39 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു 50-നടുത്ത് 48-നടുത്തൊക്കെ ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുവിൽ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് ഇതേപോലെ പോവും. അതിനിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ലഭിക്കുമ്പോൾ ആശ്വാസകരമാകും. എന്തായാലും കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ അത്യാവശ്യം സൂര്യാതാപമൊക്കെ ഏൽക്കാതെ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ മുൻകരുതലുകളൊക്കെ എടുക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും 4 പേർക്കാണ് സൂര്യാതാപം ഇന്ന് ഏറ്റിട്ടുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി, കൊല്ലത്ത് നിന്ന് ജയശങ്കറാണ് വിശദ വിവരങ്ങൾ നൽകിയത്.